5 ഏക്കർ സ്ഥലം അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ കണിഞ്ഞു കൊടുത്തതാണെന്ന് പറയുന്നു. റവന്യൂ മിനിസ്റ്റർ കണിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രേഖകളാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഈ തോട്ടം തൊഴിലാളികൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയാകുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തവണ ദേവികുളം മണ്ഡലത്തിലേത്. മണ്ഡലത്തിൽ ഇത്തവണ ശ്രദ്ധേയമായൊരു സ്ഥാനാർത്ഥിത്വമുണ്ട്. അത് തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായി ഉയർത്തിക്കൊണ്ട് തമിഴ്നാട്ടിലെ ശശികലയുടെ പാർട്ടിയുടെ പിന്തുണയോടെ പുരട്சி തലൈവർ മക്കൾ മുന്നേറ്റ കഴകത്തിന്റെ പിന്തുണയോടെ തെങ്ങിൻതോപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ചെല്ലദുരൈയാണ്. ചെല്ലദുരൈ തോട്ടം തൊഴിലാളികൾ നേരിടുന്ന സവിശേഷമായ പ്രശ്നങ്ങൾ ചർച്ചയാക്കുവാൻ വേണ്ടി മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന തോട്ടം മേഖലയിലെ DA പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടൽ നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തകൻ കരീം ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നത്. കരീം, എന്താണ് ചെല്ലദുരൈ എന്ന പുതിയൊരു സ്ഥാനാർത്ഥിയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ PLC സെറ്റിൽമെൻറ്റ് സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ PLC സെറ്റിൽമെൻറ്റിനെതിരായിട്ട് തന്നെ ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിരുന്നു. രാഷ്ട്രപതിക്കും സെൻട്രൽ ലേബർ മിനിസ്റ്റർക്കും സ്പീക്കർക്കും ഇവിടത്തുള്ള ചീഫ് സെക്രട്ടറിക്കും തൊഴിൽ മന്ത്രിക്കൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിനെ മിനിമം വേതന ഉപദേശ സമിതി അയച്ചു കൊടുക്കുകയും മിനിമം വേതന ഉപദേശ സമിതി ഇപ്പം മിനിമം വേജസ് ആക്ടിന് കീഴിലുള്ള 87 മേഖലയിലുള്ള നിശ്ചയിക്കുന്ന ക്ഷാമപ്പത്തയ ഇവർക്ക് നൽകണമെന്ന് ശുപാർശ നൽകിക്കൊണ്ടും അവർ ശുപാർശ സർക്കാരിന് കത്തയച്ചു. അത് ചോദിക്കുന്ന സമയത്ത് ഈ ഇടയ്ക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല, അടുത്ത പുനർനിർണയ വേളയിൽ അത് നിശ്ചയിക്കാമെന്ന് ഞങ്ങളുടെ കയ്യിലും കത്ത് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പുനർനിശ്ചയിക്കുന്ന വേളയിൽ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷാമപ്പത്ത എത്രയാണോ അത് അടിസ്ഥാന വേതനത്തോടൊപ്പം ചേർക്കുകയും പുതിയ സീരീസിലേക്ക് മാറ്റിക്കൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് മറ്റുള്ള മേഖലയിൽ കിട്ടുന്നത് പോലെ തന്നെ ക്ഷാമപ്പത്ത കിട്ടും എന്നും ഉറപ്പ് തന്നിട്ടുള്ളതും സർക്കാർക്ക് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവരിപ്പോൾ എന്ത് ചെയ്യുന്ന അത് അട്ടിമറിച്ചു. എങ്ങനെ അട്ടിമറിച്ചു? അവരിപ്പം PLC കമ്മിറ്റി കൂടുകയും 43 രൂപ വേതനം ഉണ്ടാക്കുകയും 5 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടാക്കുകയും വീണ്ടും ഞങ്ങൾ വയറ്റിലടിച്ചിരിക്കുകയാണ്. അതിനെതിരായിട്ട് ഈ ശബ്ദം ലോഹമറിയാനും ഇത് യാഥാർത്ഥ്യത്തിൽ ജനങ്ങൾ വിചാരിക്കുന്നത് മൂന്നാറ് ശബ്ദമല്ല എന്ന്. ഈ മൂന്നാറ് ശബ്ദമല്ല, വയനാട് തൊട്ട് മൂന്നാർ വരെ ഉള്ള തോട്ടുമേഖലയിൽ പണിയെടുക്കുന്ന 3.5 ലക്ഷം പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നമാണ്. ആ പ്രശ്നം അട്ടിമറിച്ചു കൊണ്ടാണ് ഇവർ മൈക്കിൽ പ്രസംഗിക്കുകയാണ് 43 രൂപ വേതനം ഉണ്ടാക്കിയെന്ന്. ഞങ്ങളുടെ കയ്യിൽ കത്തുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ലേബർ മിനിസ്റ്റർ കൊണ്ട് ഇന്ത്യ രാഷ്ട്രപതി തന്ന കത്ത്, രാഷ്ട്രപതി ഓഫീസിലിരുന്ന് തന്നിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചീഫ് സെക്രട്ടറി തന്ന കത്തുണ്ട്. ആ കത്തിൽ പറഞ്ഞിരിക്കുകയാണ് അടുത്ത പുനർനിർണയ വേളയിൽ നിങ്ങൾക്ക് ഇത് മാറ്റിത്തരും എന്ന് പറഞ്ഞിട്ട് അത് അട്ടിമറിച്ചുകൊണ്ട് ഇലക്ഷൻ സംസാരിച്ചു നടക്കിയ മൈക്കിൽ ഇവർ 43 രൂപ വേതനം കൂട്ടി. വർഷങ്ങളായി അങ്ങയുടെ അടക്ക നേതൃത്വത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തോട്ടം തൊഴിലാളികളുടെ വേതന പരിഷ്കരണത്തിന് വലിയ ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടും അത് ഫലം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ജനങ്ങൾ കൃത്യമായിട്ട് അറിയണം. ജനങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ് ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയുകയും അതുമൂലം നമുക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നിട്ട് ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്, ഈ ട്രേഡ് യൂണിയനുകൾ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്തിലും ട്രേഡ് യൂണിയനുകൾ പറ്റിച്ചതിൻ്റെ ഒരു പുതിയ റെക്കോർഡ് ഇപ്പം ഞാൻ മീഡിയ നെറ്റിന് കൊടുക്കാൻ പോവുകയാണ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ 3 ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ മൈ കമ്പനി. ഈ കമ്പനി 3 ട്രേഡ് യൂണിയനാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. ഈ ട്രേഡ് യൂണിയനുകൾ ഞങ്ങളിടത്തിലോ കമ്പനിയിടത്തിലോ സർക്കാരിടത്തിലോ DA വാഷിംഗ് അലവൻസിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന കത്തിനെ ഞാൻ ഇപ്പം മീഡിയ 1 കൊടുക്കുകയാണ്. ഇപ്പം പറഞ്ഞിരിക്കുന്നത് അവർ പ്രസംഗത്തിൽ പറഞ്ഞു നടക്കുന്നത് ഇപ്പം ദേവികുളത്തിൽ ഒരു ഹോസ്പിറ്റൽ പണിയാൻ പോവുകയാണ്. ഹോസ്പിറ്റൽ പോകുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ 5 ഏക്കർ സ്ഥലം അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ കണിഞ്ഞു കൊടുത്തതാണെന്ന് പറയുന്നു. റവന്യൂ മിനിസ്റ്റർ കണിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ബിജു പ്രഭാകരൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മീഡിയ 1 ചാനൽ വാർത്ത വന്നതാണ്, വലിയ വാർത്തയായിട്ട് വന്നതാണ്. മീഡിയ 1 ചാനൽ വാർത്ത വന്നതാണ്, ഏഷ്യാനെറ്റ് ചാനൽ വാർത്തയാണ്, റിപ്പോർട്ട് ചാനൽ വാർത്തയാണ്. ഈ മീഡിയ 1 കൃത്യമായിട്ട് വാർത്ത ചെയ്തിട്ടുണ്ട്. 28,871 ഏക്കർ ഉടനെ പിടിച്ചെടുക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സർക്കാർ പൊന്നുമുളകെടുത്ത് മേടിച്ച് 2,236 ഏക്കർ സ്ഥലം ഭൂമി മൂന്നാർ ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുത്ത 500 ഏക്കർ ഭൂമി അല്ലാതെ കച്ചേരിപ്പടി സെറ്റിൽമെൻറ്റ് പ്രകാരം 137 ഏക്കർ 55 സെൻറ്റ് ഭൂമി ആ ഭൂമികളെയും പിടിച്ചെടുത്തുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്കും നേരിയമംഗലം തൊട്ട്
മറയൂർ വരെ താമസിക്കുന്ന സ്ഥലം ഇല്ല എന്ന് പറയുന്നവർക്ക് 25 സെൻറ്റ് സ്ഥലം കൊടുക്കണമെന്ന് രേഖകൾ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. രേഖകളാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഇപ്പം ലിത്തോമെപ്പിൻ്റെ പകർപ്പും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാം. തീർച്ചയായും ഈ ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്, കൃത്യമായി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ലെന്ന് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നു, അതിനുള്ള തെളിവുകൾ ഹാജരാക്കുന്നു. ആ സമയത്താണ് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കക്ഷി നമുക്ക് പിന്തുണ നൽകുന്നത്. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു തമിഴ് കക്ഷി പിന്തുണ നൽകുന്നത്. എങ്ങനെയാണ് ഈ ശശികലയുടെ പാർട്ടി, പ്രത്യേകിച്ച് അവിടെ സജീവമായ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി, ഇവിടെ തോട്ടം തൊഴിലാളികളുടെ തമിഴ് മേഖലയിൽ ജനങ്ങളുള്ള മൂന്നാറിലെ ആളുകൾക്ക് അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത് എങ്ങനെയാണ്? അതായത് ഞങ്ങൾ തന്നെ പ്രശ്നമായിട്ട് കണ്ടതാണ്. കാരണം ഞങ്ങൾ ഈ പ്രശ്നം കുറിച്ച് ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥി നിർത്തുകയും സ്ഥാനാർത്ഥി നിർത്തുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ ഇത് അവർ വാർത്തയിൽ, അതായത് നമ്മുടെ ഹിന്ദു പത്രത്തിൽ വാർത്തയിൽ വന്നിട്ടുള്ളതും ഈ വലിയ പ്രശ്നമാണ്. അത് കാരണം കൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളി പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണം എന്ന് ഇവിടുത്തെ കേരളത്തിലുള്ള ചുമതലയുള്ള ലീഡറെടുത്ത് പറയും. ആ ലീഡർ ഞങ്ങളടുത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സുപ്രീം കോടതി ചെന്നെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന മാർഗം കണ്ടെത്തുമെന്ന് ഞങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് ഞങ്ങൾ നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട് മാഡം. തീർച്ചയായും ആ നിലയിലാണ് വളരെ ഗുരുതരമായ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം. തോട്ടം മേഖലയിൽ ശമ്പള വർധനവും DA വർധനവും അടക്കം അനിശ്ചിതകാലമായി തുടർന്നു പോവുകയാണ്. അത് യാതൊരു വർധനവും ഇക്കാലം അത്രയുമായും ഉണ്ടായിട്ടില്ല. ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ NDAയും അവകാശപ്പെടുന്നത് ഈ പ്രശ്നം ഞങ്ങൾ ശാശ്വതമായി പരിഹരിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേവികുളം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് തമിഴ് ജനത അധികം അധിവസിക്കുന്ന ഒരു മേഖലയിൽ തമിഴ് കക്ഷിയുടെ പിന്തുണയുമായി തോട്ടം തൊഴിലാളികളുടെ പ്രതിനിധികൾ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഷെറിൻ മോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.